ബെൽജിയം മോഡലായിട്ടുള്ള സിൽവർ സ്ക്രീൻ, വൈറ്റ് സിൽവർ സ്ക്രീൻ. അതിൻ്റെ പ്രത്യേകത ഏറ്റവും മനോഹരമായ വർണ്ണരാജികൾ, സ്പെക്ട്രം, അത്ര ക്ലാരിറ്റിയോടുകൂടി ഇതിനകത്ത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ തിയേറ്റർ തൃശ്ശൂരിൻ്റെ സ്വന്തമാണ്. പൂരനഗരിയിൽ നിന്നും സാംസ്കാരിക നഗരിയിൽ നിന്നൊക്കെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഈ നഗരത്തിൻ്റെ സ്വന്തമായി ഓരോരുത്തരുടെയും സ്വന്തമായി അവർ കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു തിരിച്ചറിവാണത്. കാരണം അത്രമേൽ അവർ ഈ കൈരളി ശ്രീ തിയേറ്ററിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ PS പ്രിയദർശനൻ സാറാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കാത്തിരുന്ന കുറെ വിശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് കൈരളി ശ്രീ തിയേറ്ററിന് മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാത്തിരിക്കും, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിന് ഒരു വിരാമം ആയിരിക്കുകയാണ്. കൈരളി ശ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് അടുപ്പം കൂടുതലുള്ള നമ്മുടെ എന്നുള്ള ഫീലുള്ള ഒരു തിയേറ്റർ തന്നെയാണ്. അപ്പൊ അവിടെ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ തിയേറ്റർ 2.5 വർഷക്കാലത്തോളമായി ഇതിന്റെ റിനോവേഷൻ തുടങ്ങിയിട്ട് 1999 ഈ തിയേറ്റർ ആരംഭിക്കുന്നത്. ഫ്രണ്ട്സ് അല്ലേ ഫസ്റ്റ് ഫിലിം ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് 2010 കൂടി ഈ ടെക്നോളജിയിൽ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങി. 2015 ആയപ്പോഴത്തേക്കും AI ടെക്നോളജിയൊക്കെ വലുതായിട്ട് വികസിച്ചു. ഇന്നിപ്പോൾ AVGC XR നിൽക്കുകയാണ്. എക്സ്റ്റൻഡഡ് റിയാലിറ്റിയിൽ, വെർച്വൽ റിയാലിറ്റിയിലൊക്കെ സിനിമ നിൽക്കുന്ന വലിയ അത്ഭുതകരമായ ഒരു മാറ്റം. ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി മാറിക്കഴിഞ്ഞു. ആ തരത്തിലേക്ക് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വകഭേദങ്ങൾ മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ 2.5 വർഷക്കാലത്തെ ഇടവേള ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുടെ വിമർശനം ഏറ്റുവാങ്ങിയതാണ് KSFDC. ഈ തിയേറ്റർ തൃശ്ശൂരിൻ്റെ സ്വന്തമാണ്. പൂരനഗരിയിൽ നിന്നും സാംസ്കാരിക നഗരിയിൽ നിന്നൊക്കെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഈ നഗരത്തിൻ്റെ സ്വന്തമായി ഓരോരുത്തരുടെയും സ്വന്തമായി അവർ കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു തിരിച്ചറിവാണത്. കാരണം അത്രമേൽ അവർ ഈ കൈരളി ശ്രീ തിയേറ്ററിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇത് 16 കോടി നമ്മൾക്കാണിത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 18-19 കോടിയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ കാരണം ഓരോന്നായിട്ട് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ ഒരു വിസ്മയ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് 4K അറ്റ്മോസ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഹാർഗ്നസിൻ്റെ ബെൽജിയം മോഡലായിട്ടുള്ള സിൽവർ സ്ക്രീൻ, വൈറ്റ് സിൽവർ സ്ക്രീൻ. അതിൻ്റെ പ്രത്യേകത ഏറ്റവും മനോഹരമായ വർണ്ണരാജികൾ, സ്പെക്ട്രം, അത്ര ക്ലാരിറ്റിയോടുകൂടി ഇതിനകത്ത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഡോൾബി സിസ്റ്റം 2 കോടി രൂപയാണ് അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് മാത്രമായിട്ടുള്ളത്. അത് ഈ റൗണ്ട് ചെയ്ത് ഭയങ്കര എഫക്റ്റാണ് അതിനുള്ളത്. അത് കൃത്യമായി ഇതിനകത്ത് വരുന്നു. പിന്നെ പവർഫുൾ AC സംവിധാനം, പിന്നെ ടോയ്ലറ്റുകളെല്ലാം നവീകരിച്ചു. മറ്റൊന്ന് വിമൺ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങളുമായി വന്നു വരുന്ന അമ്മമാർക്ക് കംഫർട്ടബിളായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഭിന്നശേഷി സൗഹൃദമായി ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം ടോയ്ലറ്റ് വരെ നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രത്യേകമായ ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറേറ്റർ സംവിധാനം ഇതിനകത്ത് ഒരുക്കി. നല്ല ലിഫ്റ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കഫറ്റീരിയ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മെഷീനറി ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതോടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോ വരും. അതിനകത്ത് 2 മനോഹരമായ മ്യൂറൽ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വാസ്തുവിദ്യാ ഗുരുകുലമാണ് ചെയ്തിട്ടുള്ളത്. അത് ആ ഡബ്ബിംഗ് സ്റ്റുഡിയോയുടെ തൊട്ടിപ്പുറത്ത് തന്നെ അത് കണ്ടു നോക്കണം. കണ്ടുമ്പോഴേ അതിൻ്റെ മനോഹാരിത അറിയുന്നത്. അതൊക്കെ ഞങ്ങൾ ഈ നാടിന് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഏറ്റവും നല്ല വിഷ്വൽ എഫക്ട്സും അതോടൊപ്പം തന്നെ സൗണ്ട് സിസ്റ്റവും ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ
ഒരു നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയമായ കാഴ്ച കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. മറ്റൊരു പ്രത്യേകത എർഗോണമിക്കലി അറേഞ്ച്ഡ് സീറ്റ്സ് ആണ്. എർഗോണമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ശരീരവും മനസ്സും കംഫർട്ടബിളായി ഇരിക്കുന്ന ഇരിപ്പിട സംവിധാനത്തിന്റെ ശാസ്ത്രത്തെയാണ് എർഗോണമിക്സ് എന്ന് പറയുക. അപ്പൊ അത് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കസേര ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും നമുക്ക് അതിലിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഈ സീറ്റിൽ ഇരുന്ന ആ കംഫർട്ടബിൾ എന്ന് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സിനിമ, ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ അത്രയും ഫ്രീ ആയി 2-3 മണിക്കൂർ ഇങ്ങനെ നമ്മൾ ഫ്രീ ആയി, നമ്മൾ ഏറ്റവും കംഫർട്ടായി നമുക്ക് ആ സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആസ്വദിക്കാനായിട്ട് അത് വളരെ ഫീൽ ഫ്രീ. അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. ഇതൊരു എന്റർടൈൻമെന്റ് ആണല്ലോ. സിനിമ എന്ന് പറയുന്നത് സെന്റർ ഓഫ് എക്സലൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ അത് എന്റർടൈൻമെന്റുമാണ്. അപ്പൊ ആ തരത്തിലേക്കുള്ള ഒരു വലിയ ട്രീറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലുമുള്ള പെർഫെക്ഷൻ അത് വരുത്തുന്നതിന് വേണ്ടിയിട്ട് എടുത്ത കാലതാമസമാണ്. അത് ഒറ്റ വാക്കിലേ പറയാനുള്ളൂ: മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകുന്നെന്ന് മാത്രമേ സമൂഹത്തോട് നമുക്ക് പറയാനായിട്ടുള്ളൂ. മാത്രമല്ല, രാമു കാര്യാട്ട് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉള്ള ഇത് മുഴുവൻ ഇതിൻ്റെ ഭാവനയിൽ കണ്ടിരുന്ന ഒരു മഹാനുഭാവനായ സംവിധായകനുണ്ടായിരുന്നു, ശ്രീ ഷാജി എൻ കരുൺ. അദ്ദേഹം ഞങ്ങളുടെ ചെയർമാനായിരുന്നു. വളരെ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോവുകയും ചെയ്തു. ആ ഒരു സങ്കടവുമുണ്ട്. ഇത് ഇത്രയും വിസ്മയകരമായ രീതിയിൽ ഈ നഗരിക്ക് ഇത് സംഭാവന ചെയ്യുന്നതിനുള്ള സന്തോഷവുമുണ്ട്. പിന്നീട് ഇതിനകത്ത് കുട്ടികൾക്കുള്ള ഈ AVGC ചെയ്യുന്ന സ്റ്റുഡിയോ വരെ വളരെ അടുത്ത് തന്നെ വന്നു ചേരും. അപ്പോൾ ആ തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് വിശ്രമമുറി വരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഒരു പാക്ക്. അതുപോലെ തന്നെ കാർ പാർക്കിംഗ് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കാർ പാർക്കിംഗ് നല്ല സംവിധാനത്തോടു കൂടി നമ്മൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ നമുക്ക് 517 സീറ്റ് കൈരളിയിലും 328 സീറ്റോളം ശ്രീയിലുമുണ്ട്. ഏതാണ്ട് ഓൾ ടുഗദർ ഒരു 850 കാഴ്ചക്കാർക്ക് ഒരേ സമയം ഇരുന്ന് കാണാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ, ഒരു ഇൻഹൗസ് ഫംഗ്ഷൻ നടത്തണമെങ്കിൽ അതിന് ഫ്രണ്ടിൽ അതിന്റെ ഡയസ് ക്രമീകരിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ തിയേറ്റർ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യം കൂടി നമ്മൾ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ഒരു പെർട്ടിക്കുലർ സെമിനാർ പെട്ടെന്ന് വരുന്നു. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഈ കംഫർട്ടൻസ്, ഈ സീറ്റിൻ്റെ കംഫർട്ട്നെസ്സും ഈ ഓഡിയോ വിഷ്വൽ എഫക്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഈ പവർഫുൾ AC സിസ്റ്റം ഇത് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ സെമിനാർക്ക് പെട്ടെന്ന് ഇവിടെ വരികയാണ്. കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനവും നമ്മൾ ഇതിനകത്ത് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തിയേറ്ററിന്റെ പ്രത്യേകത. മറ്റ് തിയേറ്ററുകളിൽ നിന്നും കൈരളി ശ്രീയെ എടുത്ത് നിർത്തുന്ന ഒരു പ്രത്യേകതയാണല്ലേ ഈ ഒരു പറഞ്ഞ കാര്യം. ഈ പറഞ്ഞ പ്രത്യേകത. അതുകൊണ്ട് എൻ്റെ സിസ്റ്റം, ആ സൗണ്ട് സിസ്റ്റം അത് ഫീൽ ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമ്മള് സിനിമ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ടെക്നോളജിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ, അത്രയും ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് തന്നെ നമ്മൾ ആസ്വദിക്കണം. എന്നാലാണ് അതിന്റെ ഒരു ഫുൾ എഫക്ട് നമ്മളിൽ എത്തുള്ളൂ അല്ലെ. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലാണ് നമ്മൾ കൈരളി ശ്രീനെ റീ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ഇവിടുത്തെ ജനങ്ങളുടെ അവരുടെ സ്വന്തം ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അല്ലാതെ ഇതെന്തെങ്കിലും ഒരു കച്ചവടത്തിനായോ ബിസിനസ്സിനായോ ചെയ്യുന്നില്ല. ഇത് ഞങ്ങളുടെ തിയേറ്റർ, നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും തിയേറ്റർ, അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള. മാത്രമല്ല, ചില സിനിമ തിയേറ്ററുകളിൽ ഇരിക്കുമ്പോൾ ഉള്ള ചിലരുടെ എന്തോ ഒരു ഫീലുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെ അവരിതിനകത്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഏറ്റവും ഇതിൻ്റെ തുടങ്ങുന്ന ടിക്കറ്റ് എന്ന് ഞാൻ 125 രൂപയുള്ളൂ, ഒരു പൈസ കൂട്ടിയിട്ടില്ല. അപ്പോൾ ആ എഫക്റ്റിൽ തന്നെയാണ് 12 വർഷമായി ടിക്കറ്റ് റേറ്റർ തന്നെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതിനകത്ത് ഉൾക്കൊണ്ട് വരണം എന്നുള്ളതാണ്. അപ്പം 125, ബാൽക്കണി 175, അതുപോലെ തന്നെ കപ്പിൾ സീറ്റുണ്ട്. അതായത് സോഫ സീറ്റ്
ഓക്കെ, രണ്ടു പേർക്ക് ഇരിക്കാം. കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇരുത്താം. നമ്മള് വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു സൗകര്യത്തോടു കൂടെ നമുക്ക് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ സിനിമ അത് തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരിയെ അല്ലെങ്കിൽ നമ്മുടെ സഹധർമ്മിണിയെ നമ്മുടെ മോളെ ഒക്കെ കൂടെ കൂട്ടി നമുക്ക് കിട്ടുമ്പോൾ ഉള്ള അത് ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു വലിയ ഫീൽ ഉണ്ട്. അതെ, ഈ കപ്പിൾ സീറ്റും എനിക്ക് തോന്നുന്നു കുറച്ച് വെറൈറ്റി ആണ്. മറ്റ് തിയേറ്ററുകളിൽ നമ്മൾ അങ്ങനെ കണ്ടുവരുന്നത് എസ്കലേറ്റേഴ്സ് ഒക്കെയാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. അതെ, നോർമൽ തിയേറ്ററുകളിൽ അത്രയും സൗകര്യം ഇപ്പോഴും എത്തിയിട്ടില്ല. ഇല്ല. ഒരുപക്ഷെ ഞാൻ കാണുന്നത് ഏറ്റവും ആദ്യം ഫില്ലാകുന്നത് അതാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊരു ട്രെൻഡിനായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യും. അത് ഒരു സീറ്റിന് 200 രൂപയാണ്. 250 300 ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. 200 രണ്ട് സീറ്റിനോടാകുമ്പോൾ 400 രൂപയാവും. അപ്പൊ ഒരു നോർമൽ ആളുകൾക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അത് വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. 36 സീറ്റ് വീതമേ എല്ലായിടത്തും വെച്ചിട്ടുള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ പോകുന്നതും അതിന് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും നാൾ ഇത് തുറക്കുന്നതിന് വേണ്ടി നിശിതമായി നടന്നത് അത് വിമർശനമൊന്നും ആയിട്ട് ഞങ്ങൾ കരുതുന്നില്ല. വീണ്ടും പറയുന്നു, അത് തുറക്കാത്തതിലുള്ള സങ്കടത്തിന്റെ ഒരു ബഹിസ്ഫുരണമായി മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ തിയേറ്റർ തീർച്ചയായും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഏറ്റെടുക്കുമെന്നറിയാം. അങ്ങനെ എല്ലാവിധമായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം വീട് പോലെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. അത് പരിപാലിക്കുന്ന കാര്യത്തിനകത്തും അതുപോലെ തന്നെ അത് ഗ്രീൻ ലെവലിൽ തന്നെ പരിപാലിച്ചു പോകുന്നതിനും ഒക്കെ അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അതിൻ്റെ ഹൈജീൻ നോക്കുന്നതിനും അത് എത്രമാത്രം അതിൻ്റെ അധികാരികൾ എന്നുള്ള നിലയിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹം അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാറ്റുണ്ടാവുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അതിൻ്റെ ഒരു അംഗീകാരവുമായി അത് മാറുന്നതും അതുകൊണ്ടാണ്. കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മുടെ ആഗ്രഹം പോലെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് നമ്മുടെ തിയേറ്റർ ഓപ്പൺ ആവുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ചേർന്നത് PS പ്രിയദർശനൻ സാറാണ്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 2-3 തീയതികളിൽ സിനിമ റിലീസില്ല. പുതിയ സിനിമകൾ 4-ാം തീയതി മുതലാണ് സിനിമകളുള്ളത്. ധീരൻ എന്ന സിനിമയും ജുറാസിക് വേൾഡും ഈ 2 സിനിമകളും 4-ാം തീയതി മുതൽ കൃത്യമായി നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിലും നേരിട്ടും വന്ന് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ അനുഭവിക്കാം എന്നുകൂടി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.